മൂന്നായി മുറിഞ്ഞു കിടന്ന കേരളത്തെ ഒന്നാക്കി ഒരു സംസ്ഥാനമാക്കുവാൻ നമുക്ക് കഴിഞ്ഞു. ഐക്യ കേരളത്തിൻ്റെ കാഹളം മുഴക്കി പദം പദം മുറച്ചു നാം പാടിപ്പാടി പോകുവാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 64 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് നവംബർ 1. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കേരളപ്പിറവി ദിന ആശംസകൾ. ഞാൻ റസൽ റാഫി, അഴീക്കോട് ഗവൺമെൻറ് UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കൂട്ടുകാരെ, കേരളത്തിൽ 14 ജില്ലകളാണുള്ളത്. ഓരോ ജില്ലയിലെ ചില പ്രത്യേകതകൾ സൂചിപ്പിച്ചുകൊണ്ട് ജില്ലകളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും തുടങ്ങാം. 1949 തിരുവനന്തപുരം ജില്ല നിലവിൽ വന്നത്. നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയാണ് തിരുവനന്തപുരം ജില്ല. മഹാത്മാക്കളായ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി നമുക്ക് കൊല്ലം ജില്ലയെ പരിചയപ്പെടാം. 1949 കൊല്ലം ജില്ല നിലവിൽ വന്നത്. കൊല്ലം ജില്ലയുടെ പഴയ പേര് ദേശിംഗനാട്. കടൽ തീരം കുറവുള്ള ജില്ലയാണ് കൊല്ലം. ഇനി നമുക്ക് അടുത്ത ജില്ലയായ പത്തനംതിട്ടയെ പരിചയപ്പെടാം. 1982 പത്തനംതിട്ട നിലവിൽ വന്നത്. സമുദ്രമില്ലാത്ത ജില്ലയാണ് പത്തനംതിട്ട. ശിശു സൗഹൃദ ജില്ലയാണ് പത്തനംതിട്ട. ഇനി നമുക്ക് ആലപ്പുഴയെ പരിചയപ്പെടാം. 1957 ആലപ്പുഴ ജില്ല നിലവിൽ വന്നത്. കിഴക്കിൻ്റെ വെനീസ് എന്നും ആലപ്പുഴ ജില്ല അറിയപ്പെടും. കയർ വ്യവസായം പ്രസിദ്ധമായ ജില്ലയാണ് ആലപ്പുഴ. ഇനി നമുക്ക് കോട്ടയത്തെ പരിചയപ്പെട്ടാലോ. 1949 കോട്ടയം ജില്ല നിലവിൽ വന്നത്. അക്ഷര തലസ്ഥാനമാണ് കോട്ടയം ജില്ല. ഇന്ത്യയിലെ പുകയില വിമുക്ത ജില്ലയാണ് കോട്ടയം. അടുത്ത ജില്ല ഇടുക്കി. 1972 ഇടുക്കി ജില്ല നിലവിൽ വന്നത്. കടലില്ലാത്ത ജില്ലയാണ് ഇടുക്കി. കൂടുതൽ വനങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി. അടുത്ത ജില്ല എറണാകുളം. 1958 എറണാകുളം ജില്ല നിലവിൽ വന്നത്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനമാണ് എറണാകുളം ജില്ല. ശിശു സൗഹൃദ ജില്ലയാണ് എറണാകുളം ജില്ല. വ്യവസായ തലസ്ഥാനമാണ് എറണാകുളം ജില്ല. അടുത്ത ജില്ല തൃശ്ശൂർ. 1949 തൃശ്ശൂർ ജില്ല നിലവിൽ വന്നത്. നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. തൃശ്ശൂരിൻ്റെ പഴയ പേര് തൃശ്ശൂവ പേരൂർ എന്നായിരുന്നു. പൂരങ്ങളുടെ നാടെന്നും തൃശ്ശൂർ അറിയപ്പെടുന്നു. അടുത്ത ജില്ല പാലക്കാട്. 1957 പാലക്കാട് ജില്ല നിലവിൽ വന്നത്. പാലക്കാട് ജില്ലയുടെ പഴയ പേരാണ് പാൽഘട്ട്. കേരളത്തിൻ്റെ നെല്ലാറ എന്നും പാലക്കാട് ജില്ല അറിയപ്പെടും. അടുത്ത ജില്ല മലപ്പുറം. 1969 മലപ്പുറം ജില്ല നിലവിൽ വന്നത്. ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം. വലുപ്പത്തിൽ 3ാം സ്ഥാനമാണ് മലപ്പുറത്തിന്. ഇനി നമുക്ക് കോഴിക്കോട് ജില്ലയെ പരിചയപ്പെടാം. 1957 കോഴിക്കോട് ജില്ല നിലവിൽ വന്നത്. 1295 കോഴിക്കോട് ജില്ലയുടെ പൂർണ്ണമായി പണി കഴിപ്പിച്ചത്. കേരളത്തിലെ മാലിന്യ വിമുക്ത ജില്ലയാണ് കോഴിക്കോട്. അടുത്ത ജില്ല വയനാട്. 1980 വയനാട് ജില്ല നിലവിൽ വന്നത്. കൽപ്പറ്റയാണ് വയനാട് ജില്ലയുടെ ആസ്ഥാനം. കടൽ തീരമില്ലാത്ത ജില്ലയാണ് വയനാട്. അടുത്ത ജില്ല കണ്ണൂർ. 1957 കണ്ണൂർ ജില്ല നിലവിൽ വന്നത്. കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ. തെയ്യങ്ങളുടെ നാടെന്നും കണ്ണൂർ അറിയപ്പെടുന്നു. അടുത്ത ജില്ല കാസർഗോഡ്. 1984 കാസർഗോഡ് ജില്ല നിലവിൽ വന്നത്. കേരളത്തിൽ അവസാനം രൂപപ്പെട്ട ജില്ലയാണ് കാസർഗോഡ്. ദൈവങ്ങളുടെ നാടെന്നും കാസർഗോഡ് ജില്ല അറിയപ്പെടുന്നു. ഒരുപാട് പുഴകളുള്ള നാടാണ് കാസർഗോഡ് ജില്ല. വ്യത്യസ്ത തരം ഭാഷകളുള്ള ജില്ലയാണ് കാസർഗോഡ് ജില്ല. എല്ലാവർക്കും ഒന്നും കൂടി കേരളപ്പിറവി ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.